ആൻഡ് ടുഡേ ഇനിയുള്ള വാക്കുകൾ ശ്രദ്ധിക്കണം. ആൻഡ് ടുഡേ ഐ ക്യാൻ ജെന്യൂൻലി സേ ഐ ആം അറ്റ് പീസ്. പക്ഷെ ഇന്ന് ഞാൻ വളരെ പീസ്, സമാധാനത്തോടെ ഉള്ളവളായിട്ട് എനിക്ക് തോന്നുന്നു. Couple, you should have that transparency. You shouldn't be hiding anything from ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി പൊതുവെ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ വേണമെന്നാണോ? വാട്ട് യു ഫീൽ? നോട്ട് റിയലി, അത്രയും വേണ്ട. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. ജീവ അപർണയുടെ ബ്രേക്കപ്പ് അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ വന്ന് നന്മമരം കളിക്കാൻ വേണ്ടിയിട്ട് ആരും വന്ന് കമന്റ് ഇടില്ല. ഇതാണ് ഈ അപ്ഡേറ്റ്, ഇതാണ് എന്നുള്ളത്. അവര് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ഇട്ട പോസ്റ്റ് ഞാനിവിടെ ഒരിക്കൽ കൂടി വായിക്കുന്നു എന്നുള്ളത്. അതിൽ എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാനൊന്നും കയ്യിൽ നിട്ടൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി അവരുടെ കുടുംബകാര്യമല്ലേ, നിങ്ങൾ എന്തിനു എടുത്തിടണോ? ഞാൻ മറ്റേ പഴയ അഖിൽ NRDയുടെ ആ സാധനം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ്. ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും, നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് 11 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം നമ്മുടെ ജീവയും അപർണയും പിരിയുകയാണ്. അവർ ബ്രേക്കപ്പ് ചെയ്ത് അവർ ഡിവോഴ്സ് ആവാൻ പോകുകയാണ് എന്നുള്ളതാണ്. കുറച്ച് മുമ്പ് ഈ പറയുന്ന ജീവ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിനു മുമ്പ് ഇന്നലെയായിരുന്നു അപർണയുടെ ബർത്ത്ഡേ അന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, നാളെ നിങ്ങളുടെ വിവാഹ വാർഷികമല്ലേ എന്ന് ചോദിക്കും. അതൊക്കെ പണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജീവ ഒരു പോസ്റ്റ് ഇടുന്നു. അതിൽ നിന്ന് എല്ലാവർക്കും സംശയം തോന്നി. അവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റി. ജീവ അപർണ എന്നായിരുന്നു യൂട്യൂബ് ചാനലിന്റെ പേര്. അത് മാറ്റിയിട്ട് അപർണ തോമസ് എന്നൊക്കെ ആക്കി. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് എന്ത് ചെയ്തു, ഈ പറയുന്ന ജീവ ഒരു സംഭവം ഇടുന്നു, അതായത് ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റിന്റെ ഒരു ചുരുക്കം ഞാൻ വായിച്ചതിന് ശേഷം ഇപ്പോ ഈ പറയുന്ന ആരാണ് നമ്മുടെ അപർണ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ 2 പോസ്റ്റിനെയും വ്യത്യാസമാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ആദ്യം ജീവ ഇട്ട ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കും. അതിന്റെ മലയാള പരിവർത്തനം ഞാൻ ഒന്ന് പെട്ടെന്ന് ഓട്ടിച്ചു വായിക്കും. കാരണം ഇത് വായിച്ച ശേഷമേ അപർണ ഇട്ട പോസ്റ്റ് നമുക്ക് വായിക്കുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്നുള്ളതാണ്. എല്ലാവർക്കും ഹലോ. ഇത് പങ്കുവയ്ക്കുക എന്നത് എനിക്ക് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഞാൻ ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് എൻ്റെ കരിയറിലെയും സന്തോഷങ്ങളിലും ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളിലും അതിനിടയിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളിൽ പലരും എൻ്റെ യാത്രയുടെ ഭാഗമായിരുന്നില്ല. ഇതിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാൻ നിങ്ങൾ അർഹരാണെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു ദമ്പതികൾ എന്ന നിലയിൽ നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഞങ്ങളെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഇനി മുതൽ അത് ഞങ്ങളല്ല, വെറും ജീവയും അപർണയും മാത്രമാണ് പിരിയുന്നു എന്നുള്ളത്. 11 വർഷത്തെ ദാമ്പത്യത്തിന്റെ ജീവിതത്തിന് ശേഷം ഞങ്ങൾ വേർപിരിയുകയാണ്. എവിടെയോ എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചു. ഇതാണ് ജീവ പറഞ്ഞ വാക്കുകൾ. എവിടെയോ എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചു. ഇനി ഇത് മുന്നോട്ട് പോകില്ലെന്ന യാഥാർത്ഥ്യം ഞങ്ങൾ ഇപ്പോൾ ഉൾക്കൊള്ളുന്നു. അതിനാൽ ഞങ്ങൾ രണ്ടുപേരും വേർപിരിയാൻ തീരുമാനിച്ചു. ഇതിന് പിന്നിലെ കാരണം തികച്ചും വ്യക്തിപരമാണ് എന്ന് പറഞ്ഞു വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ പറയുന്ന ജീവ ഇട്ടത്. പക്ഷേ ഇപ്പോ ഈ അപർണയുടെ ഒരു പോസ്റ്റ് വന്നു എന്നുള്ളതാണ്. ആ പോസ്റ്റ് ഞാൻ ഇവിടെ വെക്കാം. അപർണയുടെ പോസ്റ്റ് ഇതാണ്. ആ അപർണയുടെ പോസ്റ്റിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ആ പോസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അതൊരു ഫീനിക്സ് പക്ഷിയുടെ ഒരു പോസ്റ്റാണ് അല്ലേ. അതായത് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു ഫീനിക്സ് പക്ഷി. അവിടെ തന്നെ ഒരു ചെറിയ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇനി അപർണയുടെ പോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഐ നോ എ ലോട്ട് ഓഫ് യു ഹാവ് ബീൻ വെയിറ്റിംഗ് ടു ഹിയർ ഫ്രം മീ. എന്താണ്? സോ ദിസ് ഈസ് മീ സ്പീക്കിംഗ് ടു യു ഡയറക്ട്ലി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, ഞാൻ നേരിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വായിൽ നിന്ന് ഇത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, യെസ്, ദ മാരേജ് ഈസ് ഓവർ. മാരേജ് ഓവർ ആയിരിക്കുന്നു. ഇറ്റ് ഡിഡിൻറ്റ് വർക്ക് ഔട്ട്. ഇത് വർക്ക്ഔട്ട് ആയില്ല. ആൻഡ് ഹോണസ്റ്റ്ലി ഐ ഡിഡിൻറ്റ് വാണ്ട് ടു കണ്ടിന്യൂ. വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കതിന് താല്പര്യമില്ലായിരുന്നു. കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റ്. മറ്റേ പോസ്റ്റ് ഞാൻ വായിച്ച് കേൾപ്പിച്ചിരുന്നു. ഇറ്റ് വാസ് നോട്ട് ആൻ ഈസി ഡിസിഷൻ ഐ ബിലീവ് ഫോർ ബോത്ത് ഓഫ് us. നമുക്ക് രണ്ടുപേർക്കും ഈസി ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് വൺ ഐ നീഡ് ടു മേക്ക് ഫോർ മൈസെൽഫ്. പക്ഷെ എനിക്ക് ഇത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. ആൻഡ് ടുഡേ ഇനിയുള്ള വാക്കുകൾ ശ്രദ്ധിക്കണം. ആൻഡ് ടുഡേ ഐ ക്യാൻ ജെന്യൂൻലി സേ ഐ ആം അറ്റ് പീസ്. പക്ഷെ ഇന്ന് ഞാൻ വളരെ പീസ്, സമാധാനത്തോടെ ഉള്ളവളായിട്ട് എനിക്ക് തോന്നുന്നു എന്നുള്ളതാണ്. ഓക്കെ, അവിടെയാണ് നമുക്കൊരു ചെറിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എന്താണ്, നമുക്ക് അവരെ യോജിക്കാൻ പറ്റാത്ത ഒരു തരത്തിലേക്കുള്ള ഒരു സാധനം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഐ ആം അറ്റ് പീസ്, ഐ ആം ഹാപ്പി, ഐ ഫീൽ സേഫ്. ഞാൻ സന്തോഷവതിയാണ്, ഞാൻ സമാധാനമുള്ളവരായിരിക്കുന്നു. ഐ ആം സേഫ്, ഞാനിപ്പോൾ സേഫ് ആണ് എന്നുള്ളത്. അതായത് ഇതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ജീവയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ സേഫ് ആയിരുന്നില്ല, എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നില്ല, ഞാൻ സമാധാനം ഉള്ളവളായിരുന്നില്ല എന്ന് തന്നെയല്ലേ. വേറെ അർത്ഥങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഐ ഫീൽ സോ മച്ച് ലൈറ്റർ ദാൻ ഐ ഹാവ് ഇൻ എ ലോങ് ടൈം. ഞാൻ ഒരുപാട് മാസങ്ങളായിട്ട് പേര് നടക്കുന്ന ഭാരം അതിപ്പോ കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ ലൈറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു എന്നുള്ളതാണ്.
Okay, I don't want to get into what happened or explain very detailed. Because something are deeply personal. അതായത് ഇതിന്റെ കാരണങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ തികച്ചും പേഴ്സണൽ ആണ് എന്നുള്ളതാണ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു മൂവ് ഫോർവേഡ് ആൻഡ് ലീവ് മൈസെൽഫ് പീസ്ഫുള്ളി. വീണ്ടും പറയുന്നു, എനിക്ക് സമാധാനപരമായിട്ട് എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയുന്നു എന്നുള്ളതാണ്. പ്ലീസ് റെസ്പെക്ട് മൈ അവർ പ്രൈവസി, റെസ്പെക്ട് മൈ ഓർ അവർ പ്രൈവസി ആൻഡ് ഗീവ് മീ അസ് എന്നെയും അവനെയും ദാറ്റ് സ്പേസ്. That is all I ask. I hope you will understand. മനസ്സിലായോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ്. ഈ പോസ്റ്റിനകത്തുള്ളൊരു പ്രശ്നം, ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു കമന്റ് ഉണ്ട്. ആ കമന്റ് ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾ വായിച്ചോളൂ. ജീവ ഇട്ട പോസ്റ്റും നിങ്ങളുടെ പോസ്റ്റും നല്ല വ്യത്യാസമുണ്ട്. ജീവ എത്ര ഭംഗിയായാണ് ആ പോസ്റ്റിൽ എഴുതി ചേർത്തു. പക്ഷെ നിങ്ങൾ പറയാതെ പറയുന്ന രീതിയിൽ അയാളെ ആളുകൾക്ക് ഇട്ട് കൊടുക്കുന്ന തരത്തിലേക്ക് പോസ്റ്റ് ഇട്ടു. കഷ്ടം. അതായത് ഒരു തരത്തിൽ ഇട്ട് കൊടുത്തതുപോലെ തന്നെയാണ് കഷ്ടം എന്ന് പറയുന്നത്. ടുഡേ ഐ ആം സേഫ്, ഐ ആം ഹാപ്പി, ഫ്രീഡം എന്നൊരു ലൈനൊക്കെ മ്യൂച്വൽ ഡിസിഷനിൽ ചേർക്കേണ്ട കാര്യമുണ്ടോ? ഇത് വളരെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾ രണ്ടുപേരും മ്യൂച്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേർപിരിയാൻ പോകുന്നുണ്ടെന്ന് നിങ്ങൾ രണ്ടുപേരും പറയുന്നു. നമ്മുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുത്. ഇത് നമ്മൾ രണ്ടും കൂടി യോജിച്ചെടുത്ത തീരുമാനമെന്ന് നിങ്ങൾ പറയുന്നതോടൊപ്പം ഞാനിപ്പോൾ പീസാണെന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ സമാധാനമുണ്ട്, എനിക്കിപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു, ഞാനിപ്പോൾ മോർ ലൈറ്ററായിട്ട് തോന്നുന്നു, കുറെ ഭാരം എന്നിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഈ പറയുന്ന ജീവയുടെ ഭാഗത്താണ് തെറ്റ്. ജീവയ്ക്കെതിരായിട്ട് ഒബ്വിയസ്ലി ആൾക്കാർ എങ്ങനെ ചിന്തിക്കുള്ളൂ. ഇങ്ങനെ ഒരു ലൈൻ അവിടെ അതിൽ ഇടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ജീവ അങ്ങനെ ഈ പറയുന്ന അപർണയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു ലൈന് പോലും ഇട്ടില്ല എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇനി അപർണ ഇങ്ങനെ ഒരു സംഭവം ഇട്ടു, കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇട്ടു എന്ന് പറഞ്ഞ് അപർണ തെറ്റുകാരിയാണെന്നോ, അല്ലെങ്കിൽ ജീവ ഈ പറയുന്ന അപർണയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു സാധനവും ഇട്ടില്ല, വളരെ ജെന്യൂനായിട്ട് വളരെ ജെന്റിലായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു, അതുകൊണ്ട് ജീവ പിന്നെ ഈ പറയുന്ന പരിശുദ്ധനാണെന്നോ ഞാൻ പറയുന്നില്ല എന്നുള്ളത്. മിക്കവാറും കള്ളം ചെയ്യുന്നവരാണ് ഇതുപോലുള്ള പോസ്റ്റ് ഇടുന്നത്. കാരണം മറ്റുള്ളവരെ എന്തില്ല, കുറ്റം ആരോപിക്കില്ല. മറ്റുള്ളവർക്ക് കുറ്റം ആരോപിക്കുമ്പോൾ തിരിച്ചു കിട്ടുമെന്നുള്ള രീതിയിൽ അങ്ങനെ ഇടാനും ചാൻസ് ഉണ്ട്. അപ്പം ഇവരുടെ ജീവിതത്തിനകത്ത് നടന്നത് എന്താണെന്ന് ഒരു പിടുത്തവുമില്ല, എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അവർ തമ്മിലൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് രണ്ടുപേരും തുറന്നു പറയാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ ഈ പോസ്റ്റിൽ കണ്ട ഒരു വൈരുദ്ധ്യം, പിന്നെ ഈ പറയുന്ന നമ്മുടെ ജീവ വളരെ ജെന്റിലായിട്ടൊരു പോസ്റ്റ് ഇടുന്നു, ആരെയും കുറ്റപ്പെടുത്താതെ, നിങ്ങൾ ആരും നമ്മുടെ ഇത് ചകയാൻ വേണ്ടി വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നു. അതുപോലെ അപർണ ഒരു പോസ്റ്റ് ഇട്ട് അവിടെ തീരുന്നു എന്നുള്ളതാണ്. ഈ ഒരു റിയാക്ഷൻ വീഡിയോയുടെ ആവശ്യവും കൂടി അവിടെ വരുന്നില്ല. പക്ഷെ അതിനകത്ത് ഈ ഒരു ഫീനിക്സ് പക്ഷിയുടെയൊക്കെ ഞാൻ ചാരത്തിലായിരുന്നു ഇതുവരെ, ഞാനിപ്പോ ചാരത്തിൽ നിന്ന് ഉയർത്തിയിരുന്നിരുന്നു ഒരു ഫീനിക്സ് പക്ഷിയുടെ പടമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഉറപ്പായിട്ടും അത് ജീവയ്ക്കിട്ട് കൊടുക്കുന്നത് തന്നെ എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എന്നുള്ളതാണ്. ഇനി അവരുടെ പഴയ 1-2 സ്റ്റേറ്റ്മെന്റുകൾ, ഈ പറയുന്ന ഒരു ചെറിയൊരു വൈരുദ്ധ്യമുണ്ട്. അതായത് ഈ പറയുന്ന അപർണയുടെ സ്റ്റേറ്റ്മെന്റുകളിൽ വൈരുദ്ധ്യമുണ്ട്. മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഇപ്പോൾ പറയുന്ന സ്റ്റേറ്റ്മെന്റും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം ഒരു സംഭവം വെക്കാം. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾക്ക് നമ്മുടേതായ ഒരു ലൈഫ്, ബിക്കോസ് അല്ലാന്നുണ്ടെങ്കിൽ വിൽ ബി വെരി ഡിപ്പെൻഡന്റ്. അങ്ങനെ ഒരു ഇതുണ്ട്, നമ്മൾ ഡിപ്പെൻഡന്റ് ആയിപ്പോവും. പക്ഷെ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ വി വിൽ ഹാവ് അവർ ഓൺ റെസ്പോൺസിബിലിറ്റീസ് ടു ടേക്ക് കെയർ ഓഫ്. അത് നമ്മൾ ഒരു പോയിന്റിൽ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ച് മാറണം. നമ്മളുടെ ഡിസിഷനിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ് ആണെന്ന് ഞങ്ങൾ എപ്പോഴും പറയും. ബിക്കോസ് അത് ഞങ്ങളുടെ ബോണ്ട് കുറച്ചുകൂടെ കൂട്ടി. ആസ് എ കപ്പിൾ വി കുഡ് റിയലി ഷെയർ ആൻഡ് എന്താ പറയുക, ഡിവൈഡ് അവർ എക്സ്പെൻസസ്. നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പം ഹൗ വിൽ വി ഡു ഓൾ ദ എക്സ്പെൻസസ്, ഓൾ ദ കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഈക്വലി ഷെയർ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ നമുക്ക് മനസ്സിലായത് നമ്മളിങ്ങനെ മാറി വന്നപ്പോഴാണ്. ഓക്കെ, ഇത് എപ്പോഴും അവർ സെപ്പറേറ്റ് ആയി രണ്ടുപേരും 2 സ്ഥലത്ത് നിന്നപ്പോഴുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. മുമ്പേയുള്ള വീഡിയോ ആണ്. അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയപ്പോഴാണ് ഇവർ ഈ പറയുന്ന അപർണ എപ്പോഴും ഈ ക്യാഷുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു, ക്യാഷാണ് മെയിൻ, ക്യാഷ് ഇല്ലെങ്കിൽ ഒന്നുമില്ല, ക്യാഷ് കൊണ്ട് എന്ത് വേണോ നമുക്ക് വാങ്ങാം, മറ്റത് വാങ്ങാം, മറിച്ചത് വാങ്ങാം എന്നൊക്കെ പറയും. ഇവിടെയും പൈസയുടെ കണക്കാണ് പറയുന്നത് എന്നുള്ളതാണ്. മനസ്സിലായി? നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിന്നപ്പോൾ എനിക്കൊന്നും എന്തെങ്കിലും ജോലി ആവശ്യം, ഞാൻ ഇവരെ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന ആളല്ല. അപ്പോൾ ഇത് പഴയ ഒരു വീഡിയോ ആണ്. ഇവർ പറയുന്നത് കേട്ടിട്ട് ഇവർ തമ്മിൽ കുറച്ചു കാലം എന്തോ ആവശ്യത്തിന് പിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അത് 2 സ്ഥലത്തായിരുന്നു. അപ്പോഴാണ് എങ്ങനെയാണ് ഈ പറയുന്ന പൈസ എങ്ങനെ വേണം, ആർക്കൊക്കെ എത്രയൊക്കെ സേവ് വേണ്ടത്, ഇത് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ ചെലവഴിക്കണം എന്നതിനെ കുറിച്ച് പിടി കിട്ടിയത് നമ്മളെ സഹായിച്ചു എന്നാണ് പറയുന്നത്. ഇനി
അടുത്തൊരു കേസ്, ഈ ജീവ കുറച്ചു കാലം മുമ്പ് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ജീവ പറഞ്ഞൊരു സാധനം ഇപ്പോൾ റീസെന്റ് ആയിട്ട് കൊടുത്ത ഇന്റർവ്യൂവിലും ഈ ഈ അപർണ പറയുന്ന കാര്യം രണ്ടും തമ്മിൽ ഭയങ്കര പരസ്പര വിരുദ്ധമാണ് എന്നുള്ളതാണ്. ആദ്യം കുറച്ചു കാലം മുമ്പ് കൊടുത്ത ഒരു ഇന്റർവ്യൂ, ഞാനും ജീവയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഞാൻ ജീവയുടെ വർക്കിൽ അല്ലെങ്കിൽ ജീവയ്ക്കുള്ള, ഫോർ എക്സാമ്പിൾ ജീവ ഹാസ് ലോട്ട് ഓഫ് ഗേൾ ഫാൻസ്, കുറേ പേരുണ്ട്. അപ്പോൾ ജീവയുടെ ഗേൾ ഫാൻസ് ജീവയ്ക്ക് മെസ്സേജ് അയക്കുന്ന കണ്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി, ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തീർന്നു. ലൈക്ക് ഇഫ് ഐ എം സമ്മൺ, ഓക്കെ വെട്ടൊന്ന് മുറി രണ്ട്, അങ്ങനത്തെ സ്വഭാവമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഡിവോഴ്സ് ആയനെ. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഡിവോഴ്സസ് ഒക്കെ സംഭവിക്കുന്നത്, I won't say adjustment, I won't say sacrifice, because that two terms are bullshit in your relation. അതൊന്നുമല്ല, അഡ്ജസ്റ്റ്മെന്റും സാക്രിഫൈസ് ഒന്നുമല്ല. കമ്മ്യൂണിക്കേഷൻ, just like he said, transparency is very, very, very important. Super important. It is your partner. It is your, like you are a couple. You should have that transparency. You shouldn't be hiding anything from that person. ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല. എന്തിന്? ഓക്കെ, ഒരു ഡിവോഴ്സ് ആവാനുള്ള കാരണമാണ് കുറച്ചു കാലം മുമ്പ് ഈ പറയുന്ന അപർണ പറഞ്ഞത്. എന്താണ്? ട്രാൻസ്പെറൻസി വേണം, കമ്മ്യൂണിക്കേഷൻ വേണം, ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലേ, നമ്മൾ രണ്ട് പാർട്ട്നേഴ്സ് ആണ്, അപ്പോൾ ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഇപ്പോഴാണ് ഇത് വന്നത്, ഈ റീസെന്റ് ആയിട്ട് വന്നൊരു ഇന്റർവ്യൂ ആണ്. ഈ ഇന്റർവ്യൂവിൽ അപർണ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോണ്ടേ. പാർട്ട്ണറോടാണെങ്കിൽ പോലും ഡിസ്കസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി പൊതുവെ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ വേണമെന്നാണോ വാട്ട് യു ഫീൽ? നോട്ട് റിയലി, അത്രയും വേണ്ട. നോട്ട് റിയലി, അതായത് ട്രാൻസ്പെറൻസി കുറച്ചു മുമ്പ് പറയുന്നത് ട്രാൻസ്പെറൻസി വേണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ആ ആങ്കർ അടുത്ത് ചോദിക്കുന്നുണ്ട് ട്രാൻസ്പെറൻസി വേണമെന്നാണോ? നോട്ട് റിയലി, പെട്ടെന്ന് അത് മാറ്റി എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി അത്രയും ട്രാൻസ്പെറൻസി വേണം എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. കുറച്ചൊക്കെ ആവാം, നമ്മള് എന്തിനു വേണ്ടി അത് യൂസ് ചെയ്യുന്നു, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ്, അത് എല്ലാം ഒന്നും നമ്മൾ എല്ലാവരോടും ഓപ്പൺ ആവണം എന്ന് ഞാൻ പറയില്ല. കുറച്ചൊക്കെ നമ്മുടെ സീക്രസിയിൽ അത് വെക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ ഒരാളോട് ഡിസ്കസ് ചെയ്യണം, അത് പാർട്ട്ണറോടാണെങ്കിൽ പോലും ഡിസ്കസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല. വെരി ഗുഡ്. എന്ത് നല്ല കാലുമാറ്റം അല്ലേ. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ രണ്ടും അതാണ് എടുത്ത് കാണിക്കേണ്ടി വന്നത്. അതായത് കുറച്ചു കാലം മുമ്പുള്ളിൽ പറയുന്നത് ട്രാൻസ്പെറൻസി കൃത്യമായിട്ട് വേണം, ഒരു സാധനം പോലും ഹൈഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഇന്റർവ്യൂവില് ഈ പറയുന്ന അപർണ പറയുന്നുണ്ട്, അങ്ങനെ എല്ലാ ഭർത്താവിൻ്റെ അടുത്ത് തുറന്നു പറയണമെന്നില്ല, നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റും ഭർത്താവ് അറിയണമെന്നുമില്ല, അത്ര വലിയ ട്രാൻസ്പെറൻസി ഒന്നും വേണ്ട, കുറച്ചൊക്കെ ഹൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് മെയിൻ ആയിട്ട് തോന്നി ഇതെല്ലാം ഇവിടെയും പൈസയുടെ ഒരു വിഷയമുണ്ട്, മനസ്സിലായോ? ഇൻവെസ്റ്റ്മെന്റിന്റെ കേസ് പറയുന്നുണ്ട്. പിന്നീട് അപ്പൊ ഇവര് തമ്മിൽ ഉണ്ടാക്കുന്ന പിന്നെ പണം അതുമായി ബന്ധപ്പെട്ടാണോ ഇവരുടെ പ്രശ്നമൊന്നുമല്ല. കാരണം ഈ ഇന്റർവ്യൂസിലെല്ലാം ഈ പൈസയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുമ്പോൾ ഈ അപർണ തന്നെ പറഞ്ഞിട്ടുണ്ട് പൈസയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് അപർണ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. വേണമെങ്കിൽ അത് ഫസ്റ്റ് നിങ്ങളിത് കണ്ടിട്ടില്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് വേണമെങ്കിൽ അപർണ ഈ ക്യാഷിന്റെ കേസ് പറഞ്ഞില്ലേ, അത് ഞാനൊന്ന് വെച്ചിരാമേ. ഓക്കെ, മണി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് മണി കംസ് ഫസ്റ്റ്. മണി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിലെ ബാക്കി എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് നടത്താം. റിലേഷൻഷിപ്സ് ആണെങ്കിലും എനിത്തിങ് ആൻഡ് എവറിത്തിങ് യു ക്യാൻ ഗെറ്റ് ഇഫ് യു ഹാവ് മണി. നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇഫ് യു ഹാവ് മണി ദർ വിൽ ബി ലോട്ട് ഓഫ് പീപ്പിൾ അറൌണ്ട് യു, ബിഹൈൻഡ് യു, വിത്ത് യു, എപ്പോഴും ഉണ്ടാവും. സോ കാര്യം സാമ്പത്തികമാണെന്നുള്ളത് ആണ്. That money is everything. Money can't buy you happiness. I've heard that money can't buy you happiness, and I am completely against it. Money will get you happiness. Money can actually buy happiness എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇതാണ് മുമ്പത്തെ സ്റ്റേറ്റ്മെന്റ്. അതായത് മണി, പണമാണ് എല്ലാത്തിനും. പണം ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് കിട്ടും, പണം ഉണ്ടെങ്കിൽ നമ്മളെ ചുറ്റും ആൾക്കാർ കാണും, മണി പൈസ കൊണ്ട് എന്ത് വേണോ നമുക്ക് വാങ്ങാൻ സാധിക്കും എന്നാണ് അപർണയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, മണി കൊണ്ട് എല്ലാം നമുക്ക് വാങ്ങാൻ സാധിക്കില്ല എന്നുള്ളത്. നിങ്ങളുടെ ഇപ്പോൾ ബന്ധം പിരിഞ്ഞത് തന്നെ മണി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ മണി കുറച്ച് ചെലവഴിച്ചിട്ട് എന്താണ് ആ ബന്ധം കൂട്ടി ഉറപ്പിക്കാൻ പറ്റും. ചിലപ്പോൾ മേ ബി അതിനുള്ള പണം നിങ്ങൾക്ക് ഇല്ലായിരിക്കും. ആ ബന്ധം കൂട്ടി ഉറപ്പിക്കാൻ പറ്റ പണം ഇല്ലാന്നായിരിക്കും ഈ പറയുന്ന അപർണ പറയാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ എല്ലായിടത്തും എവിടെയും മണിയെക്കുറിച്ചും ഈ പറയുന്ന സാമ്പത്തികക്കുറിച്ചും പണത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ്. ഇവിടെയും ഇൻവെസ്റ്റ് ലാസ്റ്റ് റീസെന്റ് ആയിട്ട് വന്ന ഒരു ഇന്റർവ്യൂവിൽ എന്താണ് ഈ പണത്തെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആദ്യം പറഞ്ഞു എന്താണ്, ആ പാർട്ട്ണറുടെ അടുത്ത് ഒരു കാര്യം ഒളിക്കരുത്, എല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം, വളരെ ഓപ്പൺ അപ്പ് ആയിരിക്കണം, ഒരു കാര്യം പോലും ഹൈഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ് അതേ നാവ് കൊണ്ട് അപർണ പറയുന്നു ചിലതൊക്കെ നമുക്ക് ഒളിച്ചു വയ്ക്കാം. കുറച്ച് പൈസ കൂടുതൽ കിട്ടണമെങ്കിൽ, ഒരു 10 ലക്ഷം കിട്ടണമെങ്കിൽ
ഭർത്താവിനെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടിടാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ നിലപാട് റാണിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ ഇവരുടെ ഭാഗത്ത് ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് എനിക്ക് അറിയത്തില്ല. ജീവ ഒന്നും മിണ്ടിയില്ല എന്ന് കരുതി ജീവ പരിശുദ്ധനാണെന്നോ ഇവരിങ്ങനെ എടുത്ത് ജീവയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് കൊണ്ട് ഇവൾ മോശക്കാരിയാണെന്നോ അതിനർത്ഥമില്ല. നിങ്ങളുടെ അഭിപ്രായം മോശമായി കമന്റ് നമുക്ക് വിടുക്കണം. ജയ് ഹിന്ദ്.